ഒരു മനുഷ്യൻ അവൻ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമുക്കൊരുപാട് സൗഭാഗ്യങ്ങളെ നൽകിയിട്ടുണ്ട്. അതിൽ നമ്മളെ മക്കൾ സൗഭാഗ്യമാണ്, നമ്മുടെ സമ്പത്ത് സൗഭാഗ്യമാണ്, നമ്മുടെ ആരോഗ്യം സൗഭാഗ്യമാണ്. എല്ലാം സൗഭാഗ്യമായിരിക്കെ ഒരു മനുഷ്യന് അവന്റെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തുകൊണ്ട് ജീവിക്കാൻ അങ്ങനെ പറ്റുന്നില്ല? ഒരാൾക്ക് 10% ദീനുണ്ടെങ്കിൽ അവന്റെ 10% അവൻ സൗഭാഗ്യമുള്ളവനാണ്. 90% ദീനുള്ള ഒരു മനുഷ്യൻ 90% അവൻ ഭാഗ്യവാനാണ്, സൗഭാഗ്യമുള്ളവനാണ്. കാരണം എന്താണ്? ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ദീൻ വേണം, നമുക്ക് ദീൻ ഉണ്ടാകണം, അത്യാവശ്യമാണ്. ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ച് എന്തായാലും മരണപ്പെട്ടു പോകും. അങ്ങനെ മരിക്കാൻ നമ്മൾക്ക് പറ്റുകയില്ല എന്നെങ്കിൽ ലൗകാനത്തിൻ ദുനിയാ തദുമൂലി വാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. അങ്ങനെ ഒരാൾ ഈ ലോകത്ത് നിന്ന് മരിക്കാൻ പാടില്ലായിരുന്നുവെങ്കിൽ അത് ആദ്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്കായിരുന്നേനെ. ആ നബി തങ്ങൾ വരെ വഫാത്തായി, ആ നബി തങ്ങൾ വരെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞെങ്കിൽ സാധുക്കളായ നമ്മളും ഈ ലോകത്തോട് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വിട പറയേണ്ടി വരും, ഈ ലോകം വിട്ട് പിരിയേണ്ടി വരും. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ അൽ മുഫാറഖത്തു, ജീവിതവും മരണവും എന്ന് പറഞ്ഞാൽ, മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ വിട്ട് അതിന്റെ ലോകത്തേക്ക് പോകുന്നതാണ് മരണം. റൂഹ് അതിന്റെ ലോകത്തേക്ക് പോകുക എന്നുള്ളതാണ്. അതാണ് ആ റൂഹ്. നമ്മുടെ ശരീരം വിട്ട് ഒരു ദിവസം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകും, സലാം പറഞ്ഞത് പോകും. അപ്പോൾ പോകുമ്പോ നമുക്ക് വിജയിക്കേണ്ട ശാശ്വതമായ ഒരു ലോകമുണ്ട്, ശാശ്വതമായ ഒരു ലോകമുണ്ട്. ഈ ലോകം ശാശ്വതമല്ല, ഈ ലോകം ശാശ്വതമല്ല. പിന്നെയോ അനശ്വരമായ ഒരു ലോകം നമുക്ക് വേറെ ഉണ്ട്. അപ്പൊ ശാശ്വതമല്ലാത്ത ഒരു ലോകത്തിൽ നിന്നും അനശ്വരമായ ഒരു ലോകത്തേക്ക് നമ്മൾ യാത്ര പോകേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മുൻഗാമികള്, നമ്മുടെയൊക്കെ പിതാക്കന്മാര്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ സഹോദരങ്ങള്, എത്രയോ ആളുകള്